പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ രണ്ടാഴ്ച പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ അവസാനിക്കാനിരിക്കെ തന്നെ നാടകീയമായ നീക്കങ്ങളാണിപ്പോൾ അണിയറയിൽ നടക്കുന്നത്. യുദ്ധത്തിൽ നിന്നും തെല്ലുപോലും പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നത്. ആദ്യത്തെ 10 ദിവസത്തേക്ക് തുറന്നു നൽകിയിരുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും ഇറാനാകട്ടെ അടച്ചുപൂട്ടുകയും മാത്രമല്ല ഹോർമുസ് കടക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും ആക്രമിച്ച് തകർക്കുമെന്ന ഭീഷണി പോലും അവർ ഇവിടെ മുഴക്കുകയാണ്. മാത്രമല്ല അത്തരത്തിൽ കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെ അല്ലെങ്കിൽ ആ രാജ്യത്തെ അവർ ശത്രുപക്ഷത്തായി കണക്കാക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന് സമീപം ജഗ് അർണവ് അതേപോലെ തന്നെ സൽമാൻ ഹെറാൾഡ് എന്നീ 2 ഇന്ത്യൻ ടാങ്കറുകൾക്ക് നേരെ ഇറാൻ സേന വെടിയുതിർത്തതിന് പിന്നാലെയാണ് ഈ പുതിയ പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഹോർമുസിൽ വെച്ച് ഇറാൻ ആക്രമിച്ച കപ്പലുകളിൽ ഇന്ത്യൻ കപ്പലുകളും ഉണ്ടെന്നുള്ള സൂചനകൾ പുറത്തു വന്നു. അതായത് ഈ 2 കപ്പലുകൾ ഇവർ ആക്രമിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ കപ്പലിന് നേരെ ഇറാൻ വെടിവെച്ചു എന്ന റിപ്പോർട്ടുകൾക്കിടയിൽ വലിയ രീതിയിലുള്ള നടപടികൾ ഇവിടെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നതായും വ്യക്തമാക്കുന്നുണ്ട്. ഒമാൻ തീരത്തോട് ചേർന്ന് 25 നോട്ടിക്കൽ മൈൽ അകലെയുള്ള 20 നോട്ടിക്കൽ മൈൽ അകലെയും 3 നോട്ടിക്കൽ മൈൽ അകലെയുമാണ് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ക്രൂയിസ് കപ്പലിന് സമീപം സ്ഫോടന ശബ്ദം കേട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും ഇറാൻ അടച്ചുപൂട്ടുകയാണ് ചെയ്തത്. ഈ പ്രദേശത്ത് അവിടെ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും ശത്രുവായി തന്നെ കണക്കാക്കി ആക്രമിക്കും എന്നതാണ് ഇപ്പോൾ IRGC കപ്പലുകൾക്ക് കർശന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ കടലിടുക്ക് അടച്ച സാഹചര്യത്തിൽ കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലോ അല്ലെങ്കിൽ ഒമാൻ കടലിലോ തന്നെ നങ്കൂരമിടണം എന്നതാണ് ഇപ്പോൾ നാവികസേന ഉത്തരവിട്ടിരിക്കുന്നത്. കടലിടുക്കിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് ശത്രുവിനോടുള്ള സഹകരണമായി തന്നെ കണക്കാക്കുമെന്നും അത്തരം കപ്പലുകൾക്കുള്ള അവരെ ലക്ഷ്യമിടുമെന്നും IRGCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് യാതൊരുവിധ സാധുതയും ഇല്ല എന്നും കപ്പലുകൾ IRGC നൽകുന്ന വാർത്താ അപ്ഡേറ്റുകൾ മാത്രം പിന്തുടരണം എന്നതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചർച്ചകളിൽ അവിടെ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ US ഗവൺമെന്റ് പരാജയപ്പെട്ടതിനാലാണ് വീണ്ടും കടലിടുക്ക് അടയ്ക്കാൻ തീരുമാനിച്ചത് എന്നതാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. തുറന്ന് ഒരു ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും അവിടെ അടയ്ക്കുകയും വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. മാത്രമല്ല ബുധനാഴ്ച അവസാനിക്കാനിരിക്കുന്ന വെടിനിർത്തൽ കരാർ അവിടെ അസ്ഥിരമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പുതിയ നീക്കം പശ്ചിമേഷ്യ ഒന്നടങ്കം തന്നെ യുദ്ധഭീതിയിൽ ആഴ്ത്തുകയാണ് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.